നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭീകരനെ കൊന്നു തള്ളിയ ശേഷം മാസ് ഡയലോഗുമായി ജമ്മു കാശ്മീർ പോലീസ്. ഓടാം പക്ഷെ ഒളിക്കാനാകില്ല എന്നാണ് ജമ്മു കാശ്മീർ പോലീസ് അതിൻ്റെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്തത്. അതായത് അവരുടെ എക്സ് അക്കൗണ്ടിൽ യു ക്യാൻ റൺ ബട്ട് യു കാൺ ഹൈഡ് എന്ന ഒരു പോസ്റ്റാണുള്ളത്. ഓൺ ലഷ്കർ ടെററിസ്റ്റ് ന്യൂട്രലൈസ്ഡ് ബൈ SOG ഷോപ്പിയാൻ ഇൻ ജോയിൻ്റ് ഓപ്പറേഷൻ അലോങ് വിത്ത് RR ആൻഡ് CRPF. ഇന്ന് രാവിലെയാണ് ഒരു ലഷ്കർ ഭീകരനെ ജമ്മു കാശ്മീർ പോലീസും അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യവും CRPFും ചേർന്ന് സംയുക്തമായി നടന്ന തെരച്ചിലിൽ വകവരുത്തിയത്. ഈ ഭീകരൻ ലഷ്കറിൻ്റെ ഒരു ഉന്നത കമാൻഡറാണ്. മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു ഭീകരൻ കൂടിയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണം നടത്താനായി പാകിസ്ഥാനിൽ നിന്നും പരിശീലനം നേടി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ ജമ്മു കാശ്മീരിൽ ഒളിച്ച് താമസിച്ച് ജമ്മു കാശ്മീരിലെ വനപ്രദേശങ്ങളിൽ ഒളിച്ച് താമസിച്ച ശേഷമാണ് ഈ ഭീകരപ്രവർത്തകൻ പഹൽഗാം ഭീകരാക്രമണം അടക്കം ആസൂത്രണം ചെയ്തത്. പഹൽഗാം ഭീകരാക്രമണം മാത്രമല്ല, ഒട്ടനവധി ആക്രമണങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സാക്കിർ ഖാനി എന്ന് പറയുന്ന ലഷ്കർ ഭീകരൻ. 4 ദിവസം നീണ്ടുനിന്ന ഒരു ഏറ്റുമുട്ടലിനൊടുവിലാണ് സാക്കിർ ഖാനിയെ സൈന്യം വധിച്ചത്. അതായത് ജമ്മു കാശ്മീരിൻ്റെ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളെല്ലാം ഇപ്പോൾ നടത്തുന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിഭാഗമായ രാഷ്ട്രീയ റൈഫിൾസും അതുപോലെ തന്നെ CRPFും ജമ്മു കാശ്മീർ പോലീസും ചേർന്നിട്ടുള്ള ഒരു ജോയിൻ്റ് ഓപ്പറേഷനാണ്. ഈ 3 ഏജൻസികളുമായിരിക്കും ഭീകരവിരുദ്ധ നീക്കങ്ങളെല്ലാം നടത്തുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഷോപ്പിയാനിൽ 2 ഭീകരന്മാരുടെ സാന്നിധ്യമുണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഇവർ അവിടെ എത്തുന്നത്, ജോയിൻ്റ് ടീം അവിടെ എത്തുന്നത് ജമ്മു കാശ്മീർ പോലീസും അതുപോലെ തന്നെ CRPFും സൈന്യവും അടങ്ങുന്ന ടീമാണ് അവിടെ എത്തിയത്. അതിനുശേഷം നടന്ന ആ തെരച്ചിലിനൊടുവിൽ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ് ഉണ്ടാകുന്നു, ഏറ്റുമുട്ടലുണ്ടാകുന്നു. ആ ഏറ്റുമുട്ടലിനൊടുവിൽ 4ാം ദിവസമാണ് ഈ ഭീകരൻ്റെ സാക്കിർ ഖാനി എന്ന ഭീകരൻ്റെ വെടിയുണ്ടയിൽ പൊതിഞ്ഞ മൃതദേഹം കണ്ടെടുക്കാൻ സാധിച്ചത്. അത് വളരെ വലിയ ഒരു നേട്ടമായിട്ടാണ് ഇന്ത്യൻ സൈന്യം വിലയിരുത്തുന്നത്. കാരണം ഒരു കൊടും ഭീകരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. ലഷ്കർ കമാൻഡറാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഗൂഢാലോചന നടത്തിയ ഭീകരനാണ്. മാത്രമല്ല ഇയാളുടെ കണ്ടെത്തി അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്നും വൻതോതിൽ ആയുധ ശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നടക്കം പരിശീലനം നേടിയ ഒരു ഭീകരനാണ്. ലഷ്കർ-ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടി കശ്മീരിൽ ഭീകരാക്രമണങ്ങൾ നടത്താനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭീകരനാണ്. ആ ഭീകരനെയാണ് ഇപ്പോൾ വകവരുത്തിയിട്ടുള്ളത്. വകവരുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓടാൻ കഴിയും പക്ഷേ ഒളിക്കാൻ കഴിയില്ല എന്നതാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ജമ്മു കാശ്മീരിലെ നിബിഡ വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ അനുകൂല ഭീകര സംഘടനകളും അവരുടെ പ്രോക്സി സംഘടനകളും എല്ലാം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഭീകരന്മാരുടെ സാന്നിധ്യം അത്തരം വനമേഖലകളിലുണ്ട് എന്നാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ഇവർ ആക്രമണം നടത്താനായി പുറത്തു വരുന്നു. പഹൽഗാം അടക്കമുള്ള ഭീകരാക്രമണങ്ങൾ അങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്. ഈ വനപ്രദേശങ്ങളിൽ ഒളിച്ചിരുന്നു കൊണ്ട് എവിടെ ആക്രമണം നടത്തണമെന്നുള്ളതിൻ്റെ കാര്യത്തിലുള്ള ഒരു ആസൂത്രണം അവർ നടത്തുന്നു. ഇതിനായിട്ടുള്ള നിർദ്ദേശം അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്നു. അതനുസരിച്ച് ആയുധങ്ങളും മറ്റും ഡ്രോണുകളിലും മറ്റുമൊക്കെ ഇവിടെ എത്തിച്ചേരുന്നു. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം അതാണ് പഹൽഗാമിൽ നമ്മൾ കണ്ടത്. പഹൽഗാം വളരെ ശാന്തമായ ഒരു മേഖലയാണ്. നമുക്കറിയാം 2019 കശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകിയിരുന്ന 370-ാം ഭരണഘടനാ വകുപ്പ് കേന്ദ്ര സർക്കാർ റദ്ദാക്കുന്നു. അതിനുശേഷം കശ്മീർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ ഭീകരപ്രവർത്തകരെയെല്ലാം ഇല്ലാതാക്കുന്ന കാഴ്ച, ഭീകര സംഘടനകൾ ജീവനും കൊണ്ട് പാകിസ്ഥാനിലേക്ക് ഓടുന്നു. പിന്നീട് അവിടെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഈ പറയുന്ന വനമേഖലകൾ കേന്ദ്രീകരിച്ച് അവിടെ തമ്പടിച്ചിരിക്കുന്ന ഭീകരന്മാരാണ് അത് നടത്തുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണം. പക്ഷേ 26ഓളം നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞ ഒരാക്രമണമായിരുന്നു. അതായത് 25 ടൂറിസ്റ്റുകളും 1 ലോക്കൽ ഗൈഡുമാണ് ഈ ഭീകരരുടെ തോക്കിൻ മുനയ്ക്ക് ഇരയായത്. ഭീകരന്മാർ വന്നെത്തുകയും അവരെ കലിമ ചൊല്ലാൻ നിർബന്ധിക്കുകയും കലിമ ചൊല്ലാൻ കഴിയാത്തവരെ വെടിവെച്ച് വീഴ്ത്തുകയുമായിരുന്നു. അതായത് മതം ചോദിച്ച് ആളുകളെ വെടിവെച്ച് വീഴ്ത്തുന്നു. അതിനുശേഷം മോദിയോട് പോയി പറയ് എന്ന ഒരു സന്ദേശം അവിടെ നിന്നും ജീവനോടെ വിട്ട ആളുകൾക്ക് നൽകുന്നു.
അങ്ങനെയാണ് ആ ഭീകരാക്രമണം നടന്നത്. അത് കേന്ദ്ര സർക്കാർ അതിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന വ്യക്തമായ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തുകയായിരുന്നു. പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും അതോടൊപ്പം തന്നെ മറ്റ് ചില ഭീകര സംഘടനകളും ചേർന്നാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതിൻ്റെ തെളിവുകൾ ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ പോലീസിനും അതുപോലെ തന്നെ വിവിധ ഏജൻസികൾക്കും ലഭിച്ചിരുന്നു. NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ കേസ് അന്വേഷിച്ചിരുന്നതാണ്. അങ്ങനെ പാകിസ്ഥാൻ്റെ പങ്ക് വളരെയധികം വ്യക്തമായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്കെതിരെ ആക്രമണം നടത്തിയത്. 9 ഭീകര കേന്ദ്രങ്ങളാണ് അന്ന് ഇന്ത്യ ആക്രമിച്ചത്. ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനും ഇന്ത്യ കൃത്യമായ മറുപടി നൽകുന്നു. പാകിസ്ഥാൻ്റെ 9 സേനാ താവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള അതിമാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതോടുകൂടി പാകിസ്ഥാൻ വെടിനിർത്തലിനായി അപേക്ഷിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. ഇത് ചരിത്രമാണ്. ഓപ്പറേഷൻ സിന്ദൂർ അതിനുശേഷം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തൽ അത് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യ ഒരു നിബന്ധന മുന്നോട്ട് വച്ചിരുന്നു. അതായത് ഇനിയൊരു ഭീകരാക്രമണം പഹൽഗാം മാതൃകയിൽ ഇന്ത്യയിൽ ഉണ്ടായാൽ അത് തീർച്ചയായും പാകിസ്ഥാൻ്റെ ആക്രമണമായി ഇന്ത്യ കണക്കാക്കും, കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുകയും ചെയ്യും എന്ന് ഇന്ത്യ ഉപാധി വച്ചിരുന്നു. അങ്ങനെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പിന്നീട് പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച വിശദമായ അന്വേഷണം നടന്നു. ഈ ഭീകരാക്രമണത്തിൻ്റെ വിദേശ ബന്ധങ്ങളടക്കം കൃത്യമായ തെളിവുകൾ പുറത്തു വരുന്നത് നമ്മൾ കണ്ടു. ഈ അടുത്ത ദിവസങ്ങളിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. ആദ്യം 2025 ഡിസംബറിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചതാണ്. ആ കുറ്റപത്രത്തിൽ ലഷ്കർ ഇ ത്വയ്ബയുടെ തലവനായിട്ടുള്ള ഹഫീസ് സയ്യിദ് ഈ കേസിൽ 1ാം പ്രതിയാണ്. ഹഫീസ് സയ്യിദ് ഇത്തരം ഈ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും കൃത്യമായി തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഈ ആക്രമണം നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ആക്രമണങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു എന്നതിൻ്റെ തെളിവുകളാണ് NIA കുറ്റപത്രത്തോടൊപ്പം കോടതിയിൽ ഹാജരാക്കിയത്. ഹഫീസ് സയ്യിദ് ലഷ്കർ ഇ ത്വയ്ബയുടെ സ്ഥാപക നേതാവാണ്, അന്താരാഷ്ട്ര ഭീകരനാണ് ഇയാൾ. അത് ഐക്യരാഷ്ട്രസഭയും അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളും കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ ഹഫീസ് സയ്യിദ്. ഹഫീസ് സയ്യിദ് പാകിസ്ഥാൻ അറസ്റ്റിലാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ ഇയാൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അവിടുത്തെ സർക്കാരും സൈനിക ഭരണകൂടവും ഒക്കെ നൽകിയിട്ടുണ്ട്. സൈന്യവും ISIയുമാണ് ഇയാൾക്ക് കനത്ത സുരക്ഷ നൽകുന്നത്. പാകിസ്ഥാനിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഹഫീസ് സയ്യിദ്. ആ ഹഫീസ് സയ്യിദാണ് ഇന്ത്യ കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള, ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഹഫീസ് സയ്യിദിൻ്റെ പേരിലാണ് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി വരുന്നത്. അത് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്നാണ്. ഇന്ത്യയിൽ ഈ ആക്രമണം നടപ്പിലാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രമാണ് ഇന്ന് രാവിലെ വധിക്കപ്പെട്ടു എന്ന് സൈന്യം പുറത്തുവിട്ട ഈ സാക്കിർ ഖാനി എന്ന് പറയുന്ന ഭീകരൻ. ഇതോടുകൂടി മറ്റൊരു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി ഭീകരവാദികളെ ഇന്ത്യ വകവരുത്തിയിരുന്നു. ഓപ്പറേഷൻ മഹാദേവ് നമുക്ക് ഓർമ്മയുണ്ട്. ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ കശ്മീരിലുടനീളം തെരച്ചിൽ നടത്തുകയും ഈ ഭീകരന്മാരെ വകവരുത്തുകയും ചെയ്തതാണ്. ആ കണ്ണിയിൽപ്പെട്ട ഒരു ഭീകരനാണ് ഇയാളും. ഇയാൾ ദീർഘകാലം ഒളിവിലായിരുന്നു. 2024 മുതൽ ലഷ്കർ ഇ ത്വയ്ബയിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു ഭീകരനാണ്. 2023 മുതൽ ഇന്ത്യൻ ഏജൻസികൾ ഇയാൾ അന്വേഷിക്കുന്നുണ്ട്. ഇയാൾ അറസ്റ്റിലാകാതെ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇയാളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭീകരനെ വധിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു നേട്ടമായി വിലയിരുത്തുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, പഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ മുഖ്യ സൂത്രധാരന്മാരായിട്ടുള്ള ആളുകൾ, ലഷ്കർ ഇ ത്വയ്ബയുടെ ഭീകരന്മാർ പാകിസ്ഥാനിലും കൊല്ലപ്പെടുന്നുണ്ട്. അവർ അജ്ഞാതരുടെ വെടിയേറ്റാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തോളമായി നിരവധി ഭീകരന്മാരാണ് ഹഫീസ് സയ്യിദിൻ്റെ അടുത്ത അനുയായികൾ വരെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹഫീസ് സയ്യിദും അതോടൊപ്പം തന്നെ മസൂദ് അസർ, മാത്രമല്ല ദാവൂദ് ഇബ്രാഹിം, ഇങ്ങനെയുള്ള ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന കൊടും ഭീകരന്മാർക്ക് പാകിസ്ഥാൻ സുരക്ഷ ഉയർത്തിയിട്ടുണ്ട്. അവരുടെ ഒളിത്താവളങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ ISI അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കുന്നു. അജ്ഞാതരുടെ വെടിവെപ്പ് ഭയന്നിട്ടാണ് ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റൊരു ഭീകരൻ കൂടി
കൂടി അരിപ്പയായി മാറിയിരിക്കുന്നു. വെടിയുണ്ടയിൽ അയാളുടെ ദേഹത്ത് വെടിയുണ്ട കൊള്ളാത്ത ഒരു സ്ഥലവും ബാക്കിയുണ്ടായിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. അത്രമാത്രം കനത്ത ആക്രമണമാണ് സുരക്ഷാ സൈന്യം ഭീകരർക്കെതിരെ നടത്തിയിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ നിന്നും ഒരു കൊടും ഭീകരൻ കൂടി അറസ്റ്റിലാകുന്നു. ആ അറസ്റ്റിലായതിനു ശേഷം ജനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന അല്ലെങ്കിൽ സേനയുടെ ആത്മബലം ഉയർത്തുന്ന രീതിയിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുമായിട്ടാണ് ജമ്മു കശ്മീർ പോലീസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.